വരുന്നു. ആ കുരുമുളകിന്റെ അങ്ങനെ മുണ്ടി നിൽക്കണില്ലേ, അതിന്റെ ഒരു ടേസ്റ്റ്. വെൽക്കം ടു പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്. പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ നിന്ന് വന്നിരിക്കുന്നത് മിസ്റ്റർ ബാബു. യെസ്. ഇന്ന് നമ്മുടെ ഡിഷ് ഇവിടെ കുക്ക് ചെയ്യുന്നത് മിസ്റ്റർ ബാബു. യെസ്. നോ. എന്താണ്? ഞാൻ ക്യാമറ. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന ഫുഡ് എന്താണ്? ബീഫ് പെപ്പർ റോസ്റ്റ്. അതാണ് ബീഫ് പെപ്പർ റോസ്റ്റ്. കുറെ കാലങ്ങളായിട്ട് കുക്ക് ചെയ്യണം എന്ന് ബാബുവിന്റെ ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ വിട്ട് പോയതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു രീതിയിൽ കുക്ക് ചെയ്യണ്ടേ, അത് കാരണം നമ്മൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്തില്ല. പക്ഷെ ബീഫ് പെപ്പർ റോസ്റ്റ് ആണെങ്കിൽ ഒരു അടിപൊളി പെപ്പർ അടാറ് ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് റെസ്റ്റോറന്റ് സ്റ്റൈലാണ്. അടാറ് റെസ്റ്റോറന്റ് സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് കൂടുതലാണ്, പക്ഷെ എന്നാലും ആണ് നമ്മൾ ആ ഒരു സെഗ്മെന്റിലേക്ക് എത്തുള്ളൂ. അപ്പൊ ബാബു ഒന്ന് ട്രൈ ചെയ്തുവിടുന്ന ചിക്കൻ കറിക്ക് വെച്ചല്ലേ ബാബു? ട്രൈ ചെയ്യലും നമുക്ക് പിന്നീടാവും. ഞാൻ ക്യാമറ പോയി പിടിക്കട്ടെ. അതല്ലേ. അപ്പൊ ബാബു ആദ്യം ട്രൈ ചെയ്യാന്നാണ് പറഞ്ഞത്, പക്ഷെ ഇപ്പൊ ബാബു ട്രൈ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഇൻഗ്രീഡിയൻസ് കാണണമെങ്കിൽ ഞാൻ പോയി പിടിക്കണ്ടേ? അപ്പോ നമുക്ക് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഓക്കെ. അപ്പൊ ആദ്യം പറഞ്ഞത് ബാബു കുക്ക് ചെയ്യാന്നാണ്, പക്ഷെ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഫ്രെയിമിലേക്ക് വന്നപ്പോ ബാബുവിന് കുക്ക് ചെയ്യാനുള്ളൊരു ഇംഗിതം. അപ്പോ ഞാൻ തന്നെ കുക്ക് ചെയ്യാൻ കയറിയിരിക്കണം. അപ്പൊ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 കിലോ ബീഫ് വെച്ചിട്ടാണ്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 1 കിലോ ബീഫ്. 1 കിലോ ഫ്രഷ് ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസ് വലിയ ഉള്ളി, വെളുത്തുള്ളി ആവശ്യത്തിന് ഞാൻ പറയാം, ഓരോ സെഗ്മെന്റിലും പറയാം. പിന്നെ ഇഞ്ചി 2 കഷ്ണം എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഒരു 4 എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി ഒരു 10-20 പീസോളം എടുത്തിട്ടുണ്ട്. അതും സെഗ്മെന്റിൽ ഞാൻ ആവശ്യത്തിന് പറയാം. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് ആവശ്യത്തിന്, മുളക് പൊടി, പിന്നെ പെപ്പറാണ്. പെപ്പർ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിരിക്കണം, ഒരുപാട് പൊടിച്ചിട്ടില്ല, ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത് നമ്മുടെ ബീഫ് പെപ്പർ ഫ്രൈന്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല, കടുക്, കറിവേപ്പില, മല്ലിയില, നാരങ്ങ, തക്കാളി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഗ്രൗണ്ട്നട്ട് ഓയിലാണ്, ആവശ്യത്തിന് വെള്ളം. പിന്നെ തേങ്ങയുടെ ഒരു കൊത്തെടുത്തിട്ടുണ്ട്, നമ്മൾ തേങ്ങ ചുട്ടിട്ട് അതിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇട്ടിരിക്കുന്നത്. പിന്നെ പട്ടയുടെ ഒരു പീസ്, പിന്നെ കപ്പൽ മുളക് 3 അതായത് കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, ഒരു 3. പിന്നെ 4 കറാമ്പൂ. ഇത്രയും ഐറ്റംസ് മാത്രമാണ് നമ്മുടെ പെപ്പർ ബീഫ് റോസ്റ്റിന് വേണ്ടത്. അപ്പൊ ബീഫ് പെപ്പർ റോസ്റ്റിന്റെ ആദ്യത്തെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ പച്ചമുളകും. അത് ആദ്യം നമ്മൾ ബീഫ് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് അരിഞ്ഞാൽ മതി. ഒരു 5 പീസ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് വളരെ നൈസായിട്ട് അരിയണം പറയാം. അപ്പൊ നമ്മള് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇനിയിപ്പോ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിലേക്ക് നമ്മുടെ 1 കിലോ ബീഫ് ഇടുന്നുണ്ട്. 1 കിലോ ബീഫിൽ വെള്ളം ഉണ്ട്, എന്നാലും നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇനി അതിലേക്ക് ഗരം മസാല 1 ടീസ്പൂണ്, മീറ്റ് മസാല 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ ക്രഷ്ഡ് പെപ്പർ അതൊരു 2 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ, പിന്നെ ഉപ്പ് 1 ടേബിൾ സ്പൂൺ. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. സാധാരണ ഒരു 5 to 6 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഓരോ സ്ഥലത്തെ ബീഫ് ഓരോ വേവായിരിക്കും. ചിലപ്പോൾ
ഭയങ്കര ഹാർഡായിട്ടുള്ള ബീഫൊക്കെ ആണെങ്കിൽ ഒരു 8 വിസിൽ വരെയൊക്കെ പോകും. അപ്പോൾ നമ്മുടെ അത്ര ഹാർഡ് അല്ലാത്തതുകൊണ്ട് ഒരു 5 വിസിൽ വരെ, 5 to 6 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളികളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. വന്നു, 6ാമത്തെ വന്നു. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പ്രഷർ ഡൗൺ ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു നല്ല ഒരു ഇരുമ്പ് ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഒരു ഇരുമ്പ് ചട്ടിയാണ് ശരിക്കും ഇതിൽ വെക്കേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ സാധാരണ പാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് ടേസ്റ്റ് കുറയും നമ്മുടെ ഫുഡ്. കാരണം ഇതൊരു റഫ് ആയിട്ടുള്ള ഒരു ഫുഡാണല്ലോ, അതായത് ഹാർഡ് ആയിട്ടുള്ള ഒരു ഫുഡല്ലേ. അപ്പോൾ അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കാറുണ്ടാണ് നമ്മൾ ഇരുമ്പിന്റെ ചട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചൂടാവട്ടെ. നമുക്കിപ്പോൾ 1 കിലോ ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ ഒഴിക്കാം. ഓയിൽ വരുമ്പോൾ സൺഫ്ലവർ ഒഴിക്കാം, വെളിച്ചെണ്ണ ഒഴിക്കാം, ഏത് വേണമെങ്കിലും ഒഴിക്കാം. പക്ഷെ കുറച്ചുകൂടി ഏറ്റവും നല്ലത് നമ്മുടെ ഗ്രൗണ്ട് നട്ട് ഓയിലാണ് ഒഴിക്കാൻ നല്ലത്. ഇനി എണ്ണ പോരാന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നല്ലവരെ കാഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2 ടീസ്പൂണാണ് നമ്മൾ കടുകിടുന്നത്. കടുക് ഏകദേശം പൊട്ടിക്കഴിഞ്ഞു. നമുക്ക് ആദ്യമായിട്ട് ഇടേണ്ടത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി. ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കൊരു ടേബിൾ സ്പൂൺ വലിയ ജീരകം. ഇനി അടുത്തായിട്ട് നമ്മുടെ ചെറിയുള്ളി. ചെറിയുള്ളിക്ക് ശേഷം പിന്നെ വലിയ ഉള്ളി. വലിയ ഉള്ളി ഇട്ടതിന് ശേഷം ഗ്യാസ് ഒന്ന് കൂട്ടി കൊടുക്കുക. വലിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ അറിയാം നമുക്ക് എണ്ണ ഇനി വേണോ വേണ്ട. നമുക്ക് കുറച്ചുകൂടി എണ്ണ നമുക്ക് ഒഴിക്കേണ്ടതുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഒരു 2 കറിവേപ്പില നമ്മളൊന്ന് ജസ്റ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ബീഫ് കുക്ക് ചെയ്യുമ്പോൾ. ഇതിലേക്ക് നമുക്കൊരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇടാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് മിക്സ് ചെയ്യേണ്ടത് നമ്മുടെ കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി നമ്മൾ അങ്ങനെ ഇടുകയാണ്, കട്ട് ചെയ്യുന്നൊന്നുമില്ല, അങ്ങനെ ഇടുകയാണ്. പിന്നെ പട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിടുക. പിന്നെ കറാമ്പു ഒരു 4 എണ്ണം. നല്ലപോലെ നമുക്കൊന്ന് ഇളക്കിയിട്ട് ഉള്ളി ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ മല്ലിപ്പൊടി നമുക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. മീറ്റ് മസാല ഒരു 3 ടീസ്പൂണ്. ഗരം മസാല 1 ടീസ്പൂണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ. ഇപ്പം നമ്മുടെ കുക്കറിൽ ഏകദേശം റിലീസായി കഴിഞ്ഞു. കറക്റ്റ് ടൈമായിരിക്കും നമുക്ക്. കാരണം ഈ ഉള്ളി വന്ന് ഏകദേശം ഒരു നല്ല ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമ്മുടെ കുക്കറിലെ വിസിൽ എപ്പോഴും റിലീസായി കറക്റ്റായി വരും. കാരണം ഇതിപ്പോൾ ഉള്ളി വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം മതി. അപ്പം അതിൻ്റെ ഇടയിൽ എല്ലാം ഒരു ടൈമിങ് വളരെ കറക്റ്റായും പറയാം. നമ്മുടെ ടൈം എങ്ങനെയും നഷ്ടപ്പെട്ടു പോകില്ല. അപ്പോൾ കുക്കർ തുറന്നു നോക്കാം.
ഇതാണ് അവസ്ഥ. അപ്പം നമുക്കിതിലിപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളത്തോടെ നമുക്കിതിൽ ഇടാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇരിക്കണം പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചാലോ. ഈ വെള്ളം ഒന്ന് വറ്റുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു പണിയുണ്ട്. നമ്മുടെ ഈ തേങ്ങാക്കൊത്തില്ലേ, ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇത് ഫൈനലായിട്ട് ആഡ് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ നമുക്കൊന്ന് ചുട്ടെടുക്കാം. തേങ്ങാക്കൊത്ത് എന്തായാലും ഒരു നിർബന്ധമായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് അവിടെ ബീഫ് റോസ്റ്റിലേക്ക്. കാരണം അത് ബീഫ് റോസ്റ്റ് കഴിക്കേണ്ട സമയത്ത് ഇടയിൽ ഇങ്ങനെ അത് കടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു സംഭവമായിരിക്കും. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞരിഞ്ഞ് ചെറിയ പീസാക്കി വെക്കാം. ഇതിപ്പോൾ ചുട്ടതുകൊണ്ട് നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ബീഫ് റോസ്റ്റ് കഴിക്കുമ്പോൾ. കാരണം ഇപ്പോൾ തേങ്ങ അങ്ങനെ ആഡ് ചെയ്യുന്നവരുണ്ട്, പക്ഷെ അങ്ങനെ ആഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇത് ചുട്ടിട്ട് ആഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ സ്മെല്ല് തന്നെ ഒരു ചുട്ട സ്മെല്ല്, നല്ലൊരു ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ്. നമ്മുടെ ബീഫ് ഏകദേശം വെള്ളം വറ്റി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇനി അടുത്ത നമ്മുടെ പെപ്പർ ആഡ് ചെയ്യേണ്ടത്. പെപ്പർ നമുക്കൊരു 4 ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്യണം. ക്രഷ് ചെയ്ത പെപ്പറാണ്, പൊടിച്ച പെപ്പറല്ല, ക്രഷ് ചെയ്ത പെപ്പർ. അതോടുകൂടി നമ്മുടെ ചെറുനാരങ്ങ, ഒരു അരമുറി ചെറുനാരങ്ങ നമുക്ക് ആഡ് ചെയ്യണം. അത് ഏകദേശം നമ്മുടെ ഈ വെള്ളം വറ്റി വരുമ്പോഴാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ബീഫ് റോസ്റ്റിൽ പുളി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് ആഡ് ചെയ്യാം. ചെറുനാരങ്ങ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ പക്ക ഫുൾ ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ, അല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു സ്മെല്ല് വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം ആയി കഴിഞ്ഞു. ഇപ്പോൾ അതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത്, നമ്മുടെ മല്ലിയില, പച്ചമുളക് റോ ആയിട്ടുള്ളത്, പിന്നെ തക്കാളി. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം. തക്കാളി ഇട്ടതിന് ശേഷം പിന്നെ ഗ്യാസ് കത്തിക്കരുത്. കാരണം തക്കാളി എപ്പോഴും ആ റോ ആയിട്ട് വേവാതെ അങ്ങനെ കിടക്കണം, ആ പച്ചക്ക് കിടക്കണം. അതാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉള്ള രീതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. കറിവേപ്പില നമ്മൾ നേരത്തെ ഇട്ടതാണ്, വേണ്ടവർക്ക് ഇട്ടാൽ മതി. ഇപ്പം നമ്മൾ ഇടുന്നു കുറച്ച്. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് അറേഞ്ച്മെൻറ്റിലേക്ക് കിടക്കാം. എന്നിട്ട് നമ്മുടെ ക്യാമറാമാനെ വിളിക്കാം ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ബീഫ് പെപ്പർ റോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അത് ചൂടാറി കഴിഞ്ഞു. കാരണം ചൂടാറിയാലേ അതിന്റെ ഒറിജിനൽ രുചിയിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അത് രുചിക്കാനും അത് അറേഞ്ച്മെന്റ് ചെയ്യാനും നമ്മുടെ ക്യാമറമാൻ വരാം. ഹായ് ഫ്രണ്ട്സ്, അറേഞ്ച് ചെയ്യാം. നമുക്ക് ബീഫ് പെപ്പർ റോസ്റ്റ് ഇല്ലേ, പെപ്പർ റോസ്റ്റ് ഇങ്ങനെ എടുത്തിട്ട് ഏകദേശം നമ്മുടെ തക്കാളി ഒന്നും അത്രക്ക് വെന്തുടഞ്ഞിട്ടൊന്നുമില്ലല്ലോ. കാരണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തല്ലോ. അതെ, തക്കാളി അങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലേ. അതെ, അത് തക്കാളിയും പച്ചമുളകൊക്കെ അങ്ങനെ കിടക്കണം അല്ലേ. അങ്ങനെ കിടക്കണം. അതാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈല്. ഉള്ളി ഒരുപാട് ഡെക്കറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. അതെ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ബാബു ഇവിടെ ടേസ്റ്റ് നോക്കാൻ പോവാണ്. എങ്ങനെയാണ് അതിന്റെ സംഭവങ്ങളൊന്നും അറിയില്ല. നോക്കാം. ബീഫ്, തക്കാളി, ഒരു തേങ്ങാക്കൊത്ത്,
പിന്നെന്താ വെളുത്തുള്ളി, 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 ഓക്കെ. ഇഞ്ചി എല്ലാം കൂടി എടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. റൈറ്റ് ആണ് കേട്ടോ ബീഫിന്റെ. വായിൽ വെള്ളം വരുന്നു. ആ കുരുമുളകിന്റെ അങ്ങോട്ട് മുന്തി നിൽക്കണതില്ലേ, അതിന്റെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ്. അതിന്റെ പേര് തന്നെ പെപ്പർ റോസ്റ്റ് അല്ലേ? പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ടല്ലേ കുരുമുളക്. വേറെ മല്ലിമുളകും ഉന്തി നിൽക്കില്ലല്ലോ. പെപ്പറിന്റെ തന്നെയാണ്. നല്ല എരിയുണ്ട്. ഇതിന് എരി വേണല്ലോ, കൂടുതൽ വേണല്ലേ? ഇതിൽ എരി കൂടുതലായിരിക്കും, സ്പൈസി കൂടുതലായിരിക്കും. ഞാനൊരു ബീഫ് ടേസ്റ്റ് നോക്കട്ടെ. നല്ല നമ്മുടെ മല്ലിയിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം. മല്ലിയിലേക്ക് ഒന്ന് ഒട്ടിച്ച് എടുത്താലേ അതിൻ്റെ ഒരു രുചി കിട്ടുള്ളൂ. വെള്ളം കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്നു. ഞാൻ വെച്ചോണ്ട് ഞാൻ പറയുന്നില്ല എന്റെ ടേസ്റ്റ്, വേറെ ആൾക്കാർ പറയാൻ നല്ലത്. സൂപ്പറായിട്ട് മൊത്തം അടിപൊളി. ഒരു ആ തക്കാളിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കണം അല്ലേ? അതെ. ഇനി നമ്മുടെ വേറൊരു വീഡിയോ വരുന്നുണ്ട്, ബീഫ് ജിഞ്ചർ റോസ്റ്റ്. ജിഞ്ചർ അതിൻ്റെ ഡിഫറെന്റ് ആണ്. കുരുമുളക് മുന്തി നിൽക്കുന്ന പോലെ ഇഞ്ചിയുടെ ഈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെയല്ല, ആ വെപ്പന്റെ വേറൊരു വ്യത്യാസത്തിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് വരുന്ന ബ്ലോഗുകളിൽ കാണാം. അപ്പൊ നമുക്ക് വേണ്ടി പേലേ നമുക്ക് ഒരു ശിശും കഴിച്ചിട്ട് വൈകിട്ട് പിന്നെന്താ തീർക്കാനും ഞാൻ റെഡിയാണ്. ഇത് ചോറിന്റെ കൂടിയും ചപ്പാത്തിന്റെ കൂടെ എല്ലാത്തിനും ഓക്കെ ആണ് അല്ലേ? ഇത് പൊറോട്ടയുടെ കൂടെ ഏറ്റവും ടോപ്പ് ആയിട്ട് വരും. പൊറോട്ട എല്ലാം കുത്തൊന്നുമില്ലേ? എല്ലാം പെർഫെക്റ്റ് ആയിട്ട്. അപ്പോ ഈ സ്റ്റൈലിൽ നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ നോക്കണം, എന്നിട്ട് കമന്റ്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. എല്ലാവരും ഫുൾ സപ്പോർട്ട് ചെയ്യുക അല്ലേ? അപ്പൊ എന്താ പറയാനുള്ളത് ക്യാമറമാന് പറയാനുള്ളത്, എല്ലാവരും ട്രൈ ചെയ്യുക, ചെയ്തിട്ട് ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണം, എന്നാലേ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. അപ്പൊ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ. അടുത്ത വീഡിയോ കാണുന്നവരും എല്ലാവർക്കും ബൈ.